ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ഭൗതികപ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. എന്ന ശ്ലോകം 5, 6, 7, 8. ശ്ലോകം 5. സത്വം सत्वं രജ रजः തമാ तमः ഇതി इति ഗുണാ गुणाः പ്രകൃതിസംഭവാ प्रकृतिसम्भवाः നിബധ്നന്തി निबन्धन्ति മഹാബാഹോ महाबाहो ദേഹേ देहे ദേഹിനം देहिनम् അവ്യയം. अव्ययम् സത്വം രജസ്തമ ഇതി सत्त्वं रजस्तमः इति ഗുണാ പ്രകൃതിസംഭവാ गुणाः प्रकृतिसम्भवाः നിബധ്നന്തി മഹാബാഹോ निबध्नन्ति महाबाहो ദേഹേ ദേഹിനമവ്യയം. देहे देहिनमव्ययम् സത്വം രജസ്തമ ഇതി सत्त्वं रजस्तमः इति ഗുണാ പ്രകൃതിസംഭവാ गुणाः प्रकृतिसम्भवाः നിബധ്നന്തി മഹാബാഹോ निबध्नन्ति महाबाहो ദേഹേ ദേഹിനമവ്യയം. देहे देहिनमव्ययम् സത്വം രജസ്തമാം ഇതി सत्त्वं रजस्तमः इति ഗുണാ പ്രകൃതിസംഭവാ गुणाः प्रकृतिसम्भवाः നിബധ്നന്തി മഹാബാഹോ निबध्नन्ति महाबाहो ദേഹേ ദേഹിനമവ്യയം. देहे देहिनमव्ययम् ഹരേ കൃഷ്ണ. ശിവൻ പ്രഭു. हरे कृष्ण भोजी। सत्त्वं रजस्तमायिदे गुणा प्रकृति संभवा निबंधन्ति महाबाहो देहे देहिनमव्ययम्. महाबाहो हे महाबाहो सत्वं सत्वं രജ രജസ് തമ തമസ് ഇതി എന്നിങ്ങനെ പ്രകൃതി സംഭവ പ്രകൃതിജന്യങ്ങളായ ഗുണങ്ങൾ ദേഹേ ഈ ദേഹത്തിൽ അവ്യയം അവ്യയനായ ദേഹിനം ദേഹിയെ അല്ലെങ്കിൽ ജീവാത്മാവിനെ നിബന്ധനന്തി സംബന്ധിക്കുന്നു. ഹേ വിവർത്തനം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങളടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം രജസ് തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗമുണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബന്ധനാകുന്നു. ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. ഭൗതികനാകിയ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. അഭൗതികനാകിയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബന്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളാണവ കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതനാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണമിതാണ്. ഹരേ കൃഷ്ണ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന അനഘ തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന നിബധ്നാതി ജ്ഞാനസംഗേന ചാനഘ തത്ര സത്വം നിർമ്മലത്വാത്
प्रकाशगमनामयम् प्रकाशगमनामयम् सुखसङ्गेन बध्नाति सुखसङ्गेन बध्नाति ज्ञानसङ्गेन चानघा ज्ञानसङ्गेन चानघा तत्र सत्त्वं निर्मलत्वात् तत्र सत्त्वं निर्मलत्वात् प्रकाशगमनामयम् प्रकाशगमनामयम् सुखसङ्गेन बध्नाति ज्ञानसङ्गेन चानघा जय श्रीमती। हरे कृष्ण प्रभुजी। ओम नमो भगवते वासुदेवाय। तत्र सत्त्वं निर्मलत्वात् प्रकाशकमनामयं सुखसङ्गेन बध्नाति ज्ञानसङ्गेन चानघा. പദാനുപദാർത്ഥം അനഘ പാപമില്ലാത്തവനെ ഹേ അർജുന തത്ര അവയിൽ വെച്ച് സത്വം സത്വഗുണം നിർമ്മലത്വം കൊണ്ട് പ്രകാശകം ജ്ഞാനപ്രകാശകവും അനാമയം അനാമയവും ദോഷഫലം ഇല്ലാത്തതും ആകുന്നു. തത് അത് സുഖസമ്പത്താലും ജ്ഞാനസമ്പർക്കം കൊണ്ടും ബധ്നാതി ബന്ധിക്കുന്നു. വിവർത്തനം. ഹേ പുണ്യാത്മാവേ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ഭാവാർത്ഥം. വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭൗതിക പ്രകൃതിയാൽ ബദ്ധരായ ജീവസത്തകൾ പലവിധമുണ്ട്. ഒരാൾ സന്തുഷ്ടനായിരിക്കും, മറ്റൊരാൾ കർമ്മനിരതനും, ഇനി ഒരാൾ നിസ്സഹായനുമായിരിക്കും. ഇത്തരം മാനസിക അവസ്ഥാ ഭേദങ്ങളാണ് ജീവസത്തകളുടെ പ്രകൃതിയിലെ ബദ്ധ അവസ്ഥയ്ക്ക് കാരണം. എങ്ങനെയാണ് അവർ പല വിധത്തിലും ബദ്ധരായിരിക്കുന്നതെന്ന് ഭഗവത്ഗീതയിലെ ഈ ഭാഗത്തിൽ വിവരിക്കുന്നു. ആദ്യമായി സത്വഗുണത്തെ എടുത്തു നോക്കാം. ഭൗതിക ലോകത്തിൽ സത്വഗുണം വളർത്തിയെടുക്കുന്നതിന്റെ ഫലം എന്തെന്നാൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തി മറ്റു വിധത്തിൽ ബദ്ധരായവരേക്കാൾ ബുദ്ധിമാനാണ്. സത്വഗുണത്തിലുള്ള ഒരാളെ ഭൗതിക ദുഃഖങ്ങൾ അധികം ബാധിക്കാറില്ല. ഭൗതിക ജ്ഞാനത്തിൽ താൻ പുരോഗമിക്കുകയാണെന്ന ബോധവും അയാൾക്കുണ്ടാവും. സത്വഗുണാവസ്ഥയിൽ ഇരിക്കേണ്ട ബ്രാഹ്മണനാണ് ഇതിനൊരു മാതൃക. സത്വഗുണ പ്രഭാവം പാപ പ്രതികരണങ്ങളിൽ നിന്ന് ഏറെക്കുറെ മോചിപ്പിക്കുന്നു എന്ന അറിവാണ് സാത്വികരുടെ സന്തുഷ്ടിക്ക് കാരണം. സത്വഗുണം കൂടുതൽ ജ്ഞാനത്തെയും സന്തോഷത്തെയും ഉളവാക്കുന്നുവെന്ന് വൈദിക കൃതികളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിലുള്ള കുഴപ്പം എന്തെന്നാൽ ഒരു ജീവസത്ത സത്വഗുണാവസ്ഥയിലായിരിക്കുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ ജ്ഞാനത്തിൽ മുന്നേറി അങ്ങനെ അവരെക്കാൾ ഉത്കൃഷ്ടനായിരിക്കുന്നു എന്നുമുള്ള അഹങ്കാരം അയാളെ ബാധിച്ചേക്കാം. അങ്ങനെ അയാൾ ബദ്ധനാകുന്നു. ഇതിനുള്ള ഉത്തമോദാഹരണങ്ങളാണ് ശാസ്ത്രകാരന്മാരും തത്വചിന്തകരും. ഇരുകൂട്ടരും തങ്ങളുടെ അറിവിനെ പറ്റി അഹങ്കരിക്കുന്നു. ജീവിത ചുറ്റുപാടുകൾ സ്വാഭാവികമായി മെച്ചപ്പെടുന്നത് കൊണ്ട് ഭൗതികമായി കൂടുതൽ സന്തുഷ്ടരാവുകയും ചെയ്യുന്നു. ബദ്ധമായ ജീവിതത്തിലെ ഈ ഉയർന്ന സന്തുഷ്ടതാ ബോധം ഭൗതിക പ്രകൃതിയുടെ സത്വഗുണത്താൽ അവരെ ബന്ധിക്കുകയാണ്. അങ്ങനെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് അവർ ആകൃഷ്ടരായി തീരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ആകൃഷ്ടരായിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും വിധത്തിൽ പ്രകൃതി ഗുണാധീനമായ ഒരു ശരീരം അവർക്ക് കൈക്കൊള്ളേണ്ടി വരും. മോചനത്തിന് വഴിയില്ലെന്നാകും. ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയരാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും തത്വചിന്തകനായോ ശാസ്ത്രജ്ഞനായോ കവിയായോ പിറവിയെടുത്ത് ജനന മരണ ക്ലേശങ്ങളിൽ അകപ്പെടുകയാവും ഫലം. എന്നിട്ടും ഭൗതിക ശക്തിയുടെ മോഹവലയത്താൽ അത്തരമൊരു ജീവിതം സുഖകരം എന്നവർ വിചാരിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 7. രജാ രാഗാത്മകം വിദ്ധി തൃഷ്ണാം സംഗസമുദ്ഭവം തൻ നിബധ്നാതി കർമ്മസംഗേന ദേഹിനം രജോരാഗാത്മകം വിദ്ധി കൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം രജോരാഗാത്മകം വിദ്ധി
कृष्णासङ्गसमुद्भवम् तन्निबध्नाति कौन्तेय कर्मसङ्गेन देहिनम् रजोरागात्मकं विद्धि कृष्णासङ्गसमुद्भवम् तन्निबध्नाति कौन्तेय कर्मसङ्गेन देहिनम् गीता रामचन्द्रन् हरे कृष्ण। रजोरागात्मकं विद्धि तृष्णासङ्गसमुद्भवं तन्निबध्नाति कौन्तेय कर्मसङ्गेन देहिनम्। രജസിനെ രജോ ഗുണത്തെ രാഗാത്മകമെന്ന് കാമത്തിൽ നിന്നുദിച്ചത് വിദ്ധി മനസ്സിലാക്കുക. കൗന്ദേയ ഹേ കൗന്ദേയ കൃഷ്ണസംഗസമുദ്ഭവം കൃഷ്ണാസംഗങ്ങളിൽ നിന്നും ജനിച്ച തത് അത് ദേഹിനം ദേഹിയെ കർമ്മസംഗേന ഫലോദിഷ്ട കർമ്മങ്ങളുടെ സമ്പർക്കത്താൽ നിർബന്ധനാദി ബന്ധിക്കുന്നു. വിവർത്തനം. അല്ലയോ കുന്തിനന്ദന, അളവറ്റ കൃഷ്ണാധിക്യത്താൽ നിന്നുള്ളത്രേ രജോ ഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോ ഗുണമെന്ന് പറയുന്നു. ഈ രജോ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതിവരാതാവും. രജോ ഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒരു ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോ ഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തന്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു എന്നിവിടെ ഊന്നിപ്പറഞ്ഞത്. ഭാര്യ മക്കളെയും സമൂഹത്തെയും സന്തോഷിപ്പിക്കുവാനും തന്റെ അന്തസ്സു നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോഗുണ ബാധിതമെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോ ഗുണത്തിന്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിലധിഷ്ഠിതമാണെന്നാണ് കരുതിപ്പോന്നത്. സത്വഗുണത്തിലുള്ളവർക്ക് പോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോ ഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്തു പറയാനാണ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 8. തമ തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദ ആലസ്യ നിദ്ര തൻ നിബധ്നാതി തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ് തന്നിബധ്നാതി ഭാരത. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ് തന്നിബധ്നാതി ഭാരത. തമസ്ത്വജ്ഞാനജം വിദ്ധി
തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം ബുദ്ധിമോഹനം പ്രമാദാലസ്യ നിദ്രാഭേ പ്രമാദാലസ്യനിദ്രാഭി തദ്നിബധ്നാതി ഭാരത. തന്നിബധ്നാതി ഭാരത. ശ്രീകലാമാജി. കൃഷ്ണ നമോ ഭഗവതേ വാസുദേവായ. സമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത. ഹരേ കൃഷ്ണ. ഭാരത, ഹേ ഭാരത, തമഹ തു തമസാകട്ടെ, അജ്ഞാനജം ജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് വിദ്ധി അറിയുക. സർവദേഹിന സർവദേഹികൾക്കും മോഹനം മോഹഭ്രാന്തികമായ തത് അത് പ്രമാദാലസ്യ നിദ്രാഭി പ്രമാദം നിദ്ര ആലസ്യം ഇവ കൊണ്ട് നിബധ്നാതി ബന്ധിക്കുന്നു. വിവർത്തനം. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, ആലസത, അലസത, നിദ്ര എന്നിവ ബദ്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. ശ്രീമദ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഇവിടെ തു എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. ശരീരസ്ഥനായ ആത്മാവിന്റെ ഒരു പ്രത്യേക യോഗ്യതയാണ് ഈ തമോ ഗുണം എന്നതാണ് ഇതിന്റെ അർത്ഥം. സത്വഗുണത്തിന് നേരെ എതിരാണ് ഈ തമോ ഗുണം. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാനസമ്പാദനത്തിലൂടെ വിവേകം നേടാൻ കഴിയും. തമോ ഗുണ സ്വഭാവിക്ക് അസാധ്യമാണത്. തമോ ഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉത്തമനായ ഒരാൾ കാര്യാകാര്യ വിവേചനത്തിന് ശക്തനല്ല. അയാൾക്ക് പുരോഗതിക്ക് പകരം അധോഗതി പ്രാപിക്കുന്നു. വസ്തു യഥാജ്ഞ ജ്ഞാനവരകം വിപര്യായ അജ്ഞാനജനകം തമ എന്നാണ് വൈദിക സാഹിത്യം തമോ ഗുണത്തെ നിർവഹിച്ചിട്ടുള്ളത്. തമോ ഗുണബാധിതനായവന് ഒന്നിന്റെയും യഥാർത്ഥ്യം സ്പഷ്ടമാവാറില്ല. ഒരു ഉദാഹരണം. തന്റെ മുത്തച്ഛൻ മരിച്ചു, അതുകൊണ്ട് താനും മരിക്കുമെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യൻ നശ്വരനാണ്, അവന് പിറക്കുന്ന മക്കളും മരിച്ചു പോകും. മരണം സുനിശ്ചിതമാണ്. എന്നിട്ടും ആളുകൾ ഉന്മത്തരായതുപോലെ പണം വാരിക്കൂട്ടുന്നു, രാവും പകലും കഠിന പ്രയത്നം ചെയ്യുന്നു. ശാശ്വതനായ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. ഉന്മാദം തന്നെയാണിത്. ഇങ്ങനെ ഉന്മാദം ബാധിച്ചവർ ആധ്യാത്മിക ജ്ഞാനമാർഗത്തിൽ പുരോഗമിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കില്ല. ഇത്തരം ആളുകൾ അലസന്മാരാണ്. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനു ആയുള്ള സത്സംഗത്തിന് ക്ഷണിച്ചാൽ പോലും അവർ അതിൽ വലിയ താല്പര്യം കാണിക്കാറില്ല. രജോ ഗുണ സ്വഭാവികളെ പോലെ പരിശ്രമശീലരുമല്ല അവർ. ആവശ്യമുള്ളതിലേറെ ഉറങ്ങുന്നതാണ് തമോ ഗുണബാധിതരുടെ മറ്റൊരു ലക്ഷണം. മനുഷ്യന് ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ. എന്നാൽ തമോ ഗുണത്തിലുള്ള ഒരാൾ 10 12 മണിക്കൂർ ഉറങ്ങുന്നു. അയാൾ സദാ വിഷാദഗ്രസ്തനായും നിദ്രാലുവായും കാണപ്പെടും. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവനുമായിരിക്കും. തമോ ഗുണബദ്ധനായ ഒരുവന്റെ ലക്ഷണങ്ങളാണിവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശ്ലാഘയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ കൃഷ്ണപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. ഭക്തിസിദ്ധാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ ശ്രീ വാഷവാനവി ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണീ രൂപാനുഗാ വിരുദ്ധവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ
വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ, ശ്രീജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ, एचाय गोशाय कोरि चरण बंदन, जहाँ मोत विघ्नानाश अभीष्ट पूरण. वांछा कल्पद्रुभश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महमदन्याय कृष्ण प्रेम पदाय ते, कृष्णाय कृष्ण चैतन्य नाम्ने गौरत्तुषे नमः. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं, भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं. हे कृष्ण करुणा सिंधो दीनबन्धो जगल्पदे, गोपेशा गोपिका कान्दा राधा कान्दा नमस्तुते. जयदां सरदो पंगोर्मम मन्दमदे गदे, मत्सर्वस्वदाम्बोजो राधा मदन मोहनो. दिव्यावृन्दारण्यकल्पतमुद शिवरत्नागर सिंहासनस्थो, श्रीमद्राधा श्रीरगोविन्ददेवो प्रेष्ठालभिसेव्यमानो स्मरामि. श्रीमन् रासरसारम्भ्यमं श्रीवटतलस्थितः, कर्षन् वेणुसुनैर्गोपी गोपीनाथ श्रियेतुनां. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी, ऋषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा. हरे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण कृष्ण हरे हरे हरे, राम हरे राम राम हरे हरे राम हरे. राम राम हरे हरे हरे, कृष्ण 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 हरे कृष्ण कृष्ण हरे कृष्ण हरे. कृष्ण हरे हरे हरे, राम हरे राम 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 हरे राम हरे. राम हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे कृष्ण हरे. हरे हरे, हरे हरे राम 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 हरे हरे हरे. हरे. सत्वं रजस्तमायिति गुणा प्रकृति संभवा, निबध्नन्ति महाबाहो देहे ദേഹിനമവ്യയം. ഏ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി, സത്വം രജസ് തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗമുണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. ഹരേ കൃഷ്ണ. ത്രിഗുണങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ്. ത്രിഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ മായ, ദേവീഹേ ഷഗുണമയി മമമായ ദുരത്യയ. ഭഗവാന്റെ മായയാണ് ഈ 3 ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ആദ്യം ഭഗവാന്റെ സ്വരൂപം കണ്ടറിഞ്ഞ ആള് ഭഗവാനെ പോലെ ആ ആധ്യാത്മികമായിട്ടുള്ള മോക്ഷം കൈവരിച്ച് ഭഗവാന്റെ സ്വരൂപം ആർജിക്കുന്നു. അവർ ഒരിക്കലും സൃഷ്ടിയിലോ അല്ലെങ്കിൽ പ്രളയത്തിലോ, സൃഷ്ടിയിൽ പങ്കെടുക്കുന്നില്ല, പ്രളയത്തിലെ കെടുതികൾ അനുഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർ ഭൗതിക ലോകത്തിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. ആ 2ാമത്തെ ശ്ലോകം നോക്കിയാൽ 2ാം ശ്ലോകത്തിന് 2ാമത്തെ ലൈൻ അങ്ങനെയാണ്, സർഗേബി നോജായന്തേ പ്രളയേ ന വ്യഥന്തിച്ച. അപ്പോൾ അത് മുക്ത ജീവാത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ വരുന്ന 2 ശ്ലോകങ്ങൾ ബദ്ധ ജീവാത്മാവിനെ പറ്റി പറയണം. ബദ്ധജീവാത്മാവ് എങ്ങനെയാണെന്ന് പറയുന്നത് ഇവിടെ ഭൗതിക ലോകത്ത് എത്തിയപ്പോൾ എന്നല്ലേ, മമ യൂന് മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം. മഹത് ബ്രഹ്മം, അതിനുള്ളിൽ ഞാൻ ഗർഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ബ്രഹ്മം എന്നുള്ളതിനെ മഹത്തത്വത്തിനെയാണ് പുതിയ ബ്രഹ്മം എന്ന് പറയുന്നത്. മഹത്തത്വം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തിൽ വിസിബിളായിട്ടുള്ള, ദൃശ്യമായിട്ടുള്ള ആ അവസ്ഥയാണ് നമ്മൾ മഹാതത്വം എന്ന് പറയുന്നത്. അദൃശ്യമായതിനെ നമ്മൾ എന്ത് പറയും? പ്രകൃതിയിലെ അദൃശ്യഭാവത്തെ നമ്മൾ എന്താ പറയാ? പ്രധാന. അദൃശ്യഭാവത്തെ പ്രധാന പറയും. ദൃശ്യഭാവത്തിന്റെ ആദ്യ സ്വരൂപമാണ് മഹത്തത്വം. ഈ മഹത്തത്വത്തിന് ഉള്ളിലാണ് ഈ 3 ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് മഹത്തത്വമാണ്. പിന്നെ അവിടുന്ന് അഹങ്കാര 3 ഗുണങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ജീവാത്മാവിനെ ഭഗവാൻ നിക്ഷേപിക്കുന്നത് എന്നവിടെ പറയുന്നു.
അങ്ങനെയാണ് സർവ്വഭൂതങ്ങളും പുറത്തു വരുന്നത്, പ്രകൃതിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ ഇവിടെ ഭഗവാനാണ് അതിനെ കോസ്, ശരിയായിട്ടുള്ള കാരണം ഭഗവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ് പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് എന്ന്. അപ്പൊ അതിനൊരു എക്സാമ്പിളോടെ പറയുന്നുണ്ട് അല്ലെ, അരിയുടെ ഉള്ളില് തേള് കയറി വരുന്നു അല്ലെ. അരിയുടെ ഉള്ളിൽ നിന്ന് തേള് വരുമ്പോ തേളിന്റെ കുഞ്ഞുങ്ങൾ, തേള് മുട്ട ഇടുന്നപ്പോ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും അരിയിൽ നിന്നാണ് കുട്ടി ഉണ്ടാവണമെന്ന്. എന്നതുപോലെയാണ് ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് ജീവഭൂതങ്ങൾ പുറത്തു വരുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു. പ്രകൃതിയുടെ ഉള്ളിൽ ഭഗവാൻ നിക്ഷേപിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഭഗവാനോട് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണഭൂതൻ ഭഗവാൻ തന്നെയാണ്. അത് ആകസ്മികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. അപ്പൊ ഈ ലോകം കോമ്പിനേഷനാണ്, ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? ജീവാത്മാവ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ മഹത്വത്തിൽ അടങ്ങിയിട്ടുള്ള, നേരത്തെ പറഞ്ഞ മഹത്വത്തിൽ അടങ്ങിയിട്ടുള്ള 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നത്. അതാണ് ഈ 5-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞതാണ്. സത്വം രജസ്തമ ഗുണ ഇതി പ്രകൃതി സംഭവ. പ്രകൃതിയിൽ നിന്നാണ് ഇത് വരുന്നത്. നിബദ്ധതി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. അപ്പോ ദേഹിന എന്ന് പറയുന്നത് ദേഹത്തിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദേഹത്തിന് ഉള്ളിൽ പെട്ടുപോയ ജീവാത്മാവിനെ ദേഹിന എന്ന് പറയുന്നത്. അപ്പൊ അത് അവ്യയമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ജീവാത്മാവ് ആക്ച്വലി അവ്യയം വെച്ച് കഴിഞ്ഞാൽ മാറ്റമില്ലാത്തവൻ, ചേഞ്ച്ലെസ്, ചേഞ്ച് ഇല്ലാതെ, യാതൊരു മാറ്റമില്ലാതെ ഇരിക്കുന്ന ആണ് ജീവാത്മാവ്. അതിനിടയ്ക്ക് നമ്മളെ കൂടസ്ഥ എന്ന് വാക്ക് ഉപയോഗിക്കും. കൂടസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ രൂപത്തിൽ മാത്രം മാറ്റമില്ലാതിരിക്കും. കൂടസ്ഥ 15-ാം അധ്യായത്തില് പറയുന്നുണ്ട് കൂടസ്ഥ. ഏത് ശ്ലോകത്തില് പറയണം? നമ്മൾ ദിവസം വായിക്കുന്നുണ്ടല്ലോ. 19 വയസ്സായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ദ്വാവിമാ പുരുഷോ ലോകെ ക്ഷര അക്ഷര ഏവച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥ അക്ഷരമുഖ്യതേ. കൂടസ്ഥ ഒറ്റ രൂപത്തിൽ മാറ്റമില്ലാത്ത അവസ്ഥ. അതിന് അവ്യയം എന്ന് വാക്കും ഉപയോഗിക്കും. അപ്പൊ ജീവാത്മാവിന് മാറ്റമില്ല. അപ്പൊ ജീവാത്മാവെപ്പോഴും നമുക്കായി പട്ടി, പൂച്ച, മുതല, കരടി, കങ്കാരു, കിങ്കാരു അങ്ങനെ കുറെ രൂപത്തിൽ വരെ കയറി വരുന്നുണ്ടല്ലോ. പക്ഷെ ആ ജീവാത്മാവിന് മാറ്റം ഉണ്ടായിട്ടില്ല. ജീവാത്മാവ് എപ്പോഴും അതിന്റെ സ്വരൂപത്തിൽ മാത്രമേ ഇരിക്കുള്ളൂ. 13-ാം അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ 31-ാം ശ്ലോകത്തിൽ അതിനെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ 32-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ജീവാത്മാവിന് യാതൊരു മാറ്റമില്ല. അതാണ് സ്റ്റാർട്ടിങ് തന്നെ അഭൗതികനാകയാൽ എന്ന വാക്ക് ഉപയോഗിക്കുക. സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. അഭൗതികനാകയാൽ ജീവാത്മാവിനെ ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. വളരെ ഫസ്റ്റ് സെന്റൻസിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാവിന് ഭൗതികമായിട്ട് യാതൊരു ബന്ധം ശരിക്കും. പക്ഷേ തനിക്ക് ആസ്വദിക്കണം, ഇൻഡിപെൻഡന്റ് ആസ്വദിക്കണം എന്ന് ആഗ്രഹം വരുമ്പോൾ ജീവാത്മാവ് ഭൗതിക പ്രകൃതിയിൽ എടുത്തു ചാടുന്നതോട് വരഞ്ഞു മുറുകുന്നതിലാണ്, ഈ ഗുണങ്ങളിലാണ് ഒന്നും മുറുങ്ങിപ്പെടുന്നത്. അപ്പൊ അത് പെട്ടതിന് ശേഷം ജീവാത്മാവ് എന്താണ് സുഖം ദുഃഖം എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ടാവും അല്ലെ, വികാരാംശ സുഖദുഃഖ ദേഷ്യ, അതെല്ലാം മനസ്സിന്റെ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഈ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കുറെ സാഹസികമായിട്ട് എടുത്ത് ചാടിയാണ്. അപ്പൊ അവിടെ നിന്ന് മിസ്യൂസ് ഓഫ് സ്വേച്ഛ. നമുക്ക് എല്ലാവർക്കും ജീവാത്മാവിനുള്ള ഇൻഡിപെൻഡൻസ്, സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഭഗവാനിൽ നിന്ന് വിട്ട് ആസ്വദിക്കണം എന്നൊരാഗ്രഹം മനസ്സിലാവുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ആസ്വാദനം ഒന്നും നടക്കുന്നില്ല, ദുരിതം മാത്രമേ നടക്കുന്നുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിൽ എടുത്ത് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. മൈത്രേയൻ ചോദിക്കുന്നുണ്ട്, ദുഃഖം കുറയ്ക്കണം, സുഖം കൂട്ടണം എന്ന ഉദ്ദേശത്തിലാണ് ജീവാത്മാവ് എപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ നടക്കുന്നത് നേരെ വിപരീതമാണ്.
അപ്പൊ ഇവിടെ ഗുണ എന്ന് പറയണ്ടേ, ഇത് ഗുണ പ്രകൃതി. ഗുണ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി നോക്കും. ഗുണം പക്ഷെ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് വിചാരിക്കരുത് ചിലപ്പോൾ ചില വസ്തുക്കളിലുള്ള ക്വാളിറ്റീസ് ഉണ്ടാവില്ലേ, നിറം, രൂപം, ഭംഗി, അല്ലെങ്കിൽ ആ ക്വാളിറ്റീസ് നമ്മൾ പറയുമല്ലോ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള പൂവ് അല്ലെങ്കിൽ മറ്റേ പറയുമ്പോൾ നമ്മളൊരു അതിന്റെ ക്വാളിറ്റി എന്താ പറയും അല്ലേ, ആ ക്വാളിറ്റി അല്ല, ഒരു ഒബ്ജക്റ്റിനുള്ളിരിക്കുന്ന ക്വാളിറ്റി അല്ല പറഞ്ഞത്. ഈ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നിക്കലായിട്ടുള്ള വാക്കാണത് ക്വാളിറ്റി എന്നുള്ളത്. കാരണം അതിനൊരു പ്രത്യേക ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു ഗുണമോ അങ്ങനെയല്ല അത്. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുണ എന്ന വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതേസമയത്ത് ഗുണവും ഗുണത്താൽ ബന്ധിക്കപ്പെട്ട വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയും. Nor is there any distinction between the constituents and what is constituted by them. Constituents വെച്ച് ഇവിടെ ഉദ്ദേശിക്കുന്ന ഗുണസ് അല്ലെ, പ്രകൃതിയുടെ ഗുണങ്ങളെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, ഗുണങ്ങളെയാണ് പൊതുവെ കോൺസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദം, ആ ഏതിനാലാണോ ബന്ധിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ജീവാത്മാവിനെ ബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധനസാക്കുമ്പോൾ ഈ ഗുണങ്ങൾ ബന്ധനാക്കുമ്പോൾ ആ ജീവാത്മാവും ഈ ഗുണവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജീവാത്മാവ് അഭൗതികനാണ്. പക്ഷെ ഗുണത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗുണത്തിലാണ് പെടുന്നത് ആ ഗുണത്തിന്റെ എല്ലാ ക്വാളിറ്റീസും ഈ ജീവാത്മാവ് കാണിക്കും. അതെന്ന് വെച്ചാൽ ജീവാത്മാവ് എന്നുള്ളത് ഈസ് മാനിഫെസ്റ്റിംഗ് ദീസ് ക്വാളിറ്റീസ്. അപ്പൊ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി എന്നുള്ള നിറമോ ഗന്ധമോ അങ്ങനെ സാധനമൊന്നുമല്ല, അതൊരു പ്രത്യേകതയാണ്. അത് ജീവാത്മാവിൽ പ്രവേശിക്കുമ്പോൾ ജീവാത്മാവ് ഈ ഗുണങ്ങളെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ സത്വഗുണത്തിലുള്ള ആൾക്കാര്, സത്വഗുണത്തിലുള്ള ആൾക്കാര്, രജോ ഗുണത്തിലുള്ള ആൾക്കാര്, തമോ ഗുണത്തിലുള്ള ആൾക്കാര്, അവരുടെ ഇതെല്ലാം ക്വാളിറ്റീസ് എന്താന്ന് ആ ഗുണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ആ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ ഇവര് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അത് വിവിധ ശരീരങ്ങളിൽ കൂടെ അത് പ്രദർശിപ്പിക്കപ്പെടുന്നു. വിവിധ ശരീരങ്ങളിൽ കൂടെ ഈ 3 ഗുണങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറയും സത്വഗുണത്തിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ സത്വഗുണത്തിലുള്ള ഒബ്ജക്ട്സ്. സത്വഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യൻ മാത്രമല്ല, അത് ഇതിന്റെ അവസാനം പറയും ഇങ്ങനെ, ലോകത്തിൽ നമ്മൾ കാണുന്ന ഏത് സാധനവും ഗുണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോ വൃക്ഷമായ മരങ്ങളായാലും ശരി, മൃഗങ്ങളായാലും ശരി, മനുഷ്യരായാലും ശരി, എല്ലാം ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 84 ലക്ഷം യോനികൾ ഇരിക്കുന്നതെല്ലാം ജീവാത്മാവിന്റെ ഈ ഗുണങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അതിനെ നിബന്ധാതി. അതുകൊണ്ട് എന്താണ് ഈ പ്രകൃതിയുടെ വിഭിന്ന ഭാഗങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. നേരെ ശീലപാത വേറെ ഒരു ശ്ലോകത്തിൽ വേണ്ട, നമ്മൾ നായയായി കഴിഞ്ഞാൽ നായയെ പോലെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഈ ഗുണമാണ് ഈ മാനിഫെസ്റ്റഡ് ത്രൂ ദിസ് ജീവാത്മാ. അപ്പൊ ഈ ഗുണവും ബദ്ധ ജീവാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല മനസ്സിലാക്കാൻ പറ്റും. അത്രയും അറ്റാച്ച്ഡ് എന്ന് വെച്ചാൽ അത്രയധികം മുറുകിയിരിക്കണം. പക്ഷെ ഈ ബന്ധനത്തിനുള്ള ആസിഡ് ബേൺ ആണ്. ആക്ച്വലി ജീവാത്മാവിനെ ബന്ധിക്കാൻ പറ്റില്ല. ജീവാത്മാവ് ആക്ച്വലി പ്യുവർ ആണ്. എന്നാലും നമ്മൾ തോന്നുന്നു, അല്ലെങ്കിൽ ജീവാത്മാവിന് തോന്നുന്നു താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ഇതൊരു കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണത്. കാരണം എന്നാലും നമുക്ക് ആ ബന്ധനം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. ബന്ധനം ആക്ച്വലി ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ബന്ധനം ഉണ്ടായിട്ടില്ല ശരിക്കും നോക്കുകയാണെങ്കിൽ. പക്ഷെ താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വ്യാമോഹം വരും, മോഹം, ഇതാണ് ഇല്യൂഷൻ വേണം. ആ ഇല്യൂഷൻ ചെയ്യാൻ താൻ ബന്ധിക്കപ്പെടും. എന്തുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഈ പറഞ്ഞ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ് ഗുണങ്ങൾ? സത്വ, രജസ്, തമ. അപ്പൊ ആദ്യം സത്വഗുണത്തിനെ പറ്റി പറയണം. തത്ര സത്വം നിർമ്മലത്വ പ്രകാശകം അനാമയം സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ചാനക. ഹേ പുണ്യാത്മാവെ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധരാകിയാൽ സത്വഗുണം പ്രകാശമാനും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. അപ്പോൾ സത്വത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? നിർമ്മലത്വ.
അതിന്റെ ഇൻഹെറന്റ് ക്വാളിറ്റി, സത്വത്തിന്റെ ഇൻഹെറന്റ് ക്വാളിറ്റി എന്നാണ് നിർമ്മലം. നിർമ്മലിച്ചെന്താണ്? മലിനമല്ലാത്തതർത്ഥം, എന്നുവെച്ചാൽ പ്യോർ. സത്വഗുണം എന്നുള്ളത് മോർ പ്യോർ, ശുദ്ധമാണെന്ന് വെച്ചാൽ അതിനെ ബാധിച്ചിട്ടില്ല. ബാക്കിയുള്ള ഗുണങ്ങളുടെ പ്രഭാവം സത്വഗുണത്തിലെ ആൾക്കാരെ അധികം ബാധിച്ചിട്ടില്ല. അതിന്റെ ക്വാളിറ്റി എന്താണ്? ബിക്കോസ് ഓഫ് നിർമ്മലത്വ, അതിന്റെ അത് നിർമ്മലമായതുകൊണ്ട് അതിന്റെ ഓഫ് പ്രൊഡക്ട്സ് എന്താണ്? ജ്ഞാനം, അനാമയ. അനാമയ ആക്ച്വലി അനാമയ വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി എന്ന് ആക്ച്വലി എടുത്തുണ്ട്. അപ്പോൾ ഹെൽത്തി ആകുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവും. അനാമയ അനാമയ എന്ന് പറയുമ്പോൾ അസുഖമില്ലാത്ത അവസ്ഥ. അസുഖമില്ലാത്ത അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സുഖമുള്ള അവസ്ഥ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് അതിന് സുഖം എന്ന് പറയുന്നു. സുഖം എന്ന് വാക്കല്ല ഉപയോഗിക്കുന്നത്. പ്രകാശകം അനാമയം. അപ്പോൾ പ്രകാശം വെച്ച് കഴിഞ്ഞാൽ ഇല്യൂമിനേഷൻ, തെളിയിക്കുകയാണ്. എന്താ തെളിക്കുന്നത്? ജ്ഞാനമാണ് നമുക്ക് തെളിക്കുന്നത്. ജ്ഞാനാഞ്ജന ചക്ഷുഷ, അല്ലെ? ജ്ഞാനചക്ഷുഷ. തസ്മൈർ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയാ. അപ്പോൾ ജ്ഞാനം എന്നുള്ള പ്രകാശമാണ്. നോളജ് ഈസ് ലൈറ്റ്. നോളജ് ഇല്യൂമിനേറ്റ്സ്. മറ്റേതെന്താണ്? സുഖകരമാണ്. അപ്പോ ഇതിന്റെ രണ്ട് ഗുണങ്ങള് ജ്ഞാനവും സന്തോഷവും. അപ്പോൾ ജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന്റെ ശരിക്കുള്ള ഒരു ഇവിടെ പറയുമ്പോൾ മെറ്റീരിയൽ ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് അവിടെ പറയുന്നുണ്ട്. മെറ്റീരിയൽ ഒബ്ജക്ട്സിനുള്ള ശരിയായിട്ടുള്ള നോളജ് എന്താണ്? ഭൗതികമായ വസ്തുവിനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള നോളജാണ് ഈ നോളജ് ഉദ്ദേശിക്കുന്നത്. ശരിയായിട്ടുള്ള നോളജ്, ഭൗതിക വസ്തുവിനെ പറ്റിയുള്ള നോളജ് എന്താണ്? അത് താൽക്കാലികമാണ്, അല്ലെ? ഏത് ഭൗതിക വസ്തുവിനും ശരി, ഭൗതികത്തിൽ കാണുന്ന ഏത് വസ്തുവും താൽക്കാലികമാണ്. അതുകൊണ്ട് അതിന് നൈസർഗികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവില്ല. കാരണം ഇന്ന് സന്തോഷം, നാളെ അത് വേറെ എല്ലാ അവസ്ഥയിൽ പോകും. അതുകൊണ്ട് ഇതറിയുന്ന സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് he understands he has a right knowledge about the material objects. അതുകൊണ്ട് എന്തുണ്ടാവും? അത് ഭൗതികത്തില് അധികം കലർന്നു ചേരില്ല. അതുകൊണ്ടാണ് നിർമ്മലം എന്ന് പറയുന്നത്. ഭൗതികത്തിന്റെ ശരിയായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്, ബിക്കോസ് ഇറ്റ് ഇസ് ടെമ്പററി. എന്നതാണ്? അന്തബന്ധ ഇമേദേഹ നിത്യസ്വോക്ത ശരീരേണ എന്ന് പറയും. നാ സദോ ഭാവോ വിദ്യതേ ന ഭാവോ വിദ്യതേ സത്. അപ്പോ ഭൗതികമായ ഒബ്ജക്റ്റ് താൽക്കാലികമായതുകൊണ്ട് അതിൽ സ്വാഭാവികമായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള സന്തോഷം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് സത്വഗുണത്തിൽപ്പെട്ട ആള്. അപ്പൊ ഇത് ആൾക്ക് എന്തുണ്ടാവും? ഈ ഹാസ് ഗോട്ട് എന്താണ്? ഒരു സുഖം, ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും സ്വാഭാവികമായിട്ടുള്ള സുഖം ആൾക്ക് അനുഭവിക്കാം. അതാണ് ഇവിടെ അനാമയം എന്ന് പറയാൻ കാരണം. നിർമ്മലത്വ എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിർമ്മലത്വം എന്നാണ് ആക്ച്വലി ബിക്കോസ് ഈസ് പ്യുവർ. വൈ ഈസ് പ്യുവർ? ബിക്കോസ് ഹി ഹാസ് എ നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അപ്പൊ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആകുമ്പോൾ ഭൗതികമായിട്ടുള്ള അത് കോണ്ടാക്ട് കുറയും. ഭൗതികമായിട്ടുള്ള കോണ്ടാക്ട് പറയുമ്പോൾ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും സുഖം ഉണ്ടാവും. അതുകൊണ്ട് ശീല പ്രഭാത് ഇവിടെ പറയുന്നുണ്ട്, അവരെ അധികം എന്താണ് ദുഃഖം വരെ ബാധിക്കാറില്ല. ഭൗതിക ദുഃഖങ്ങൾ അധികം ബാധിക്കാറില്ല നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. സെന്റൻസ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനാണ്. ബിക്കോസ് എന്തുകൊണ്ട് ബുദ്ധിമാനാണ്? ബിക്കോസ് ഈ ന്യൂസ് ശരിയായിട്ടുള്ള ഭൗതികത്തിന്റെ ശരിയായിട്ടുള്ള നോളജ് ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനാണ്. അതുകൊണ്ട് അയാൾക്ക് ഭൗതിക ദുഃഖങ്ങൾ അയാളെ ബാധിക്കാറില്ല. ഇതുകൊണ്ട് കാരണം. പക്ഷെ ഈ പറഞ്ഞ കാര്യം ആൾക്ക് ഈ ജ്ഞാനം കിട്ടുമ്പോൾ, ഈ പറഞ്ഞ നോളജ് പറയുമ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ നോളജ് ഓഫ് സെൽഫ്. അത് ആദ്യം മനസ്സിലാക്കണം. സെൽഫായിട്ട് യാതൊരു ബന്ധുവില്ല ശരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ അത് ശുദ്ധ സത്വത്തിൽ പോകണം.
ഇത് ഭൗതികമായ കാര്യത്തെ കുറിച്ച് ശാസ്ത്രം ഭൗതികമായ കാര്യത്തെ കുറിച്ച് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഓക്കെ, ശരി, ഉണ്ട്. പക്ഷെ അത് ജീവാത്മാവായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ സത്വഗുണത്തിലെ ആൾക്കാർ എന്ത് വിചാരിക്കും? ഈ പറഞ്ഞ നിനക്ക് ഇതിനെപ്പറ്റി നോളജ്, ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് എന്ന് ഫീലിംഗ് വരും. അപ്പൊ ആ ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? അയാൾ കുറച്ച് ആൾക്ക് ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്, ഒരു ഇന്റേണൽ ഹാപ്പിനെസ് ആയിട്ടുണ്ടാവും. ദെൻ അതിൽ അയാൾ ഹി ക്ലിങ്സ് ടു ദാറ്റ്, അതിൽ കേൾവിപ്പെടും. അത് നിബധ്നാതി. സുഖസംഖ്യേന നിബധ്നാതി ജ്ഞാനസംഖ്യേന ചാനക. അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ പറ്റും. അർജുന ഏത് ഗുണത്തിലാണല്ലോ? അർജുനെ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അനഘ അല്ലെ? പറയാം ഇവിടെ ഇതിലെങ്ങനെ ഉപയോഗിക്കണം? അനഘ എന്താണ്? ഓ സിന്നസ് വൺ, പാപം ചെയ്യാതെ നിർമ്മലമാണെന്നർത്ഥം. പാപരഹിതനാണ് അർജുനൻ എന്ന് പറയുമ്പോൾ അർജുന ഓൾസോ സത്വഗുണത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അർജുനൻ എന്താണ് ഈ സോഫ്റ്റ് കോർണർ, കമ്പാഷൻ വരാൻ കാണുന്നതുകൊണ്ടാണ്. പൊതുവെ ചില ഇത് ഈ സത്വഗുണങ്ങൾ പൊതുവെ ബ്രാഹ്മണരാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള ആൾക്കാർ എന്താ, ഈ അഹങ്കാരം വരുമ്പോൾ, ഈ പറഞ്ഞ കാര്യം തനിക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടാ പറയുമ്പോൾ, തനിക്ക് സുഖാവസ്ഥ വരുമ്പോൾ അയാൾക്കൊരു അഹങ്കാരം ഉണ്ടാവും. അതിന്റെ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവരെ സംബന്ധിച്ചാണ് അവര് ഉയർന്ന ഒരു എലിവേറ്റഡ് ആയിട്ട് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശാസ്ത്രജ്ഞൻ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അതിനെ കുറിച്ച് റിസർച്ച് നടത്തും, അതിനെക്കുറിച്ച് ഇത് നടത്തും. ആ മെഡിസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഗംഭീരമായ റിസർച്ച് നടത്തും. ഏത് സമയത്ത് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു നിമിഷം പോലും അയാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ദാറ്റ്. അപ്പൊ അയാൾക്കൊരു അഹങ്കാരം വരണം, താൻ വളരെ ഗംഭീരമായ ഒരു നിലനിൽക്കണം. മറ്റുള്ളവരൊക്കെ വേസ്റ്റിംഗ് ടൈം, അത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നാട്ടുകാരും വീട്ടുകാരെയും പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് സന്തോഷം, കൃത്രിമമായ സന്തോഷം, ഭൗതിക സുഖത്തിൽ നിന്നാവുന്ന ആനന്ദത്തിന്റെ പിന്നാലെ കൂടി പോയിരിക്കുന്നു. രജോണികളെ പറ്റിയിട്ട് തമോണികളെ വെറും അലസായിട്ട് ആൾക്കാരെ. അപ്പൊ അവർ നമ്മൾക്ക് അതിൽ ബന്ധം, നമ്മളിതാ ഇതിലെ വളരെ നിൽക്കുന്ന ആൾക്കാരെ. ചിലപ്പോ അയാൾക്ക് ഒരു നിമിഷം പോലും എപ്പോഴും ഇതിന് എൻഗേജ് ആണ്. മ്യൂസിക്കിനെ പറ്റി റിസർച്ച് നടത്തുന്നു, മെഡിസിനെ പറ്റി റിസർച്ച് നടത്തുന്നു, പല കാര്യങ്ങളെ പറ്റി റിസർച്ച് നടത്തുന്നു. ഏത് സമയത്ത് അതിനെപ്പറ്റി ബുക്കുകൾ ഇങ്ങനെ കൺസൾട്ട് ചെയ്തിരിക്കണോ. പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ എന്താണ്? ബന്ധനമാണ്. അപ്പൊ എത്ര കാലം നമ്മൾ ഇതിൽ തന്നെ തുടങ്ങി. അപ്പൊ അടുത്ത ജന്മം ഈ പറഞ്ഞ ഏത് ഗുണത്തിലാണ് നമ്മൾ കൂടുതൽ ഇരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നത്. അപ്പൊ ഒരാളെ സത്വഗുണത്തിലുള്ള ആൾക്കാരെ കണ്ടാൽ മനസ്സിലാക്കാം, നല്ല സത്വഗുണത്തിലുള്ള ആൾക്കാരെ കണ്ടാൽ മനസ്സിലാക്കാം അയാളെ മുജ്ജന്മത്തിലും ഇത് തന്നെയായിരുന്നു. ഇടയ്ക്ക് രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും വേരിയേറ്റം ഉണ്ടാവും. അത് പിന്നെ അടുത്ത ശ്ലോകം മനസ്സിലാക്കാൻ പറ്റും, ഉണ്ടാവും അത്. പക്ഷേ അത് നമ്മൾ പ്രീഡോമിനന്റ്ലി സിറ്റുവേറ്റഡ് ഇൻ സത്വഗുണ, പ്രീഡോമിനന്റ്ലി സിറ്റുവേറ്റഡ് ഇൻ രജോ ഗുണ, പ്രീഡോമിനന്റ്ലി സിറ്റുവേറ്റഡ് ഇൻ തമോ ഗുണ. ഒരാളെ പറ്റി പറയുമ്പോൾ ആരും പ്യൂർ ആയിട്ടുള്ള ഇതിൽ വരുന്നില്ല. അങ്ങനെ പ്യൂർ സത്വഗുണത്തിൽ, ശുദ്ധ സത്വത്തിൽ വരും. പക്ഷെ ഈ പറഞ്ഞ ഈ സത്വഗുണത്തിൽ പുതിയ ആൾക്കാര് ഈ പറഞ്ഞ ഈ ക്വാളിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് എന്താ? അവിടെ നിർമ്മലത്വം അവർക്ക് എന്താണ്? നോളജും കിട്ടുന്നു, സുഖം കിട്ടുന്നു. പക്ഷെ അതിൽ അവര് ഈ ക്ലിങ്ങിങ് ടു ദാറ്റ്, അത് സെൽഫായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ആത്മാവുമായിട്ട് ആക്ച്വലി ബന്ധമില്ല. ആത്മാവിന് ഭൗതികമായ സുഖവും ഭൗതികമായ ദുഃഖവും ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അഭൗതികൻ എന്ന് പറയാൻ കാരണം. അപ്പൊ ആ അവസ്ഥയില് ഈ സത്വഗുണത്തിലെ ആൾക്കാർ എത്താത്തത് കൊണ്ട് അവരെന്ത് വിചാരിക്കണം? താൻ ഏത് അവസ്ഥയിലിരിക്കുന്നത് അത് തനിക്ക് പരമ ആനന്ദം നൽകുന്നു, അതുകൊണ്ട് അതിൽ തന്നെ പിടിച്ചു തൂങ്ങാനുള്ള ശ്രമം ഉണ്ടാവും. അതുകൊണ്ടാണ് സത്വഗുണത്തിലെ ആൾക്കാർ പോലും പ്യൂറായിട്ടുള്ള ആത്മീയമായ ജീവിതത്തിലേക്ക് വരാൻ മടിക്കുന്നത്. അതുകൊണ്ടാണ് അവരൊരു എക്സ്റ്റെൻഡ് വരെ വരുള്ളൂ. അതുകൊണ്ട് അവർക്കും ഈ പറഞ്ഞ BODD സൈക്കിളിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല.
and they are also in illusion. അപ്പോൾ സത്വഗുണത്തെ പറ്റി എങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത് വരുന്ന രജോ ഗുണത്തെ പറ്റിയാണ്. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തത് നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. അല്ലയോ കുന്തിനന്ദന, അളവറ്റ തൃഷ്ണാധികത്താൽ ഉളവാകുന്നു അത്രേ രജോ ഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ബലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിരിക്കുന്നു. അപ്പോൾ രജഗുണത്തിന്റെ ഇൻഹറന്റ് ക്വാളിറ്റി, സത്വഗുണത്തിന്റെ എന്താണ് ക്വാളിറ്റി, എന്താണ് ശരിക്കുള്ള നിർമ്മലമാണ്. നിർമ്മലത്വ എന്ന വാക്ക് നോക്കിയാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാക്കി വരും. നിർമ്മലത്വ, നിർമ്മലമായതുകൊണ്ട് അർത്ഥം. നിർമ്മലത്വ എന്ന് പറയുമ്പോ നിർമ്മലമായതുകൊണ്ട് that will produce knowledge and health, or സുഖം, knowledge and pleasure. രജ രാഗാത്മകം, ഇവരെ രജം എന്നത് രാഗാത്മകമാണ്. രാഗം ആത്മക, രാഗം എന്ന് വെച്ചാൽ എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. അത് തന്നെയാണ് രാഗം എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും ബേസിക് രൂപത്തിൽ അട്രാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ, അതാണ് രാഗ എന്ന് പറയുന്നത്. പുംസസ്ത്രീയ മൈഥുന ഭാവമേതം ശ്രീമദ് ഭാഗത്തില് ഋഷഭദേവൻ പറയുന്ന ആദ്യം തുടക്കം അങ്ങനെയാണ്. പുംസസ്ത്രീയ മിഥുന ഭാവമേതം, ജീവ, ഈ മിഥുനാലയം എന്ന് ഇവിടെ പറയും, മിഥുനാഗ്രഹം എന്ന് പറയും ഇവിടെ. മൈഥുന്യം, ഇതാണ് ഇവിടെ ബന്ധിക്കുന്നത് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് അധികം ആൾക്കാരും ഇതിന് പിന്നാലാണ്. അതുപോലെ രാഗാത്മകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അട്രാക്ഷൻ ബിറ്റ്വീൻ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള ആകർഷത. അതാണ് രജോ ഗുണത്തിന് ആൾക്കാരുടെ. അതുകൊണ്ട് രജോ ഗുണത്തിന് ആൾക്കാർ, അധികം ആൾക്കാർ രജോ ഗുണത്തിൽ പറയാൻ കാണുന്നത് ഇതാണ് ഡോമിനന്റ് ആയിട്ടുള്ള നേച്ചർ. അതാണ്. അപ്പൊ അതിൽ നിന്ന് തൃഷ്ണ സംഘസമുദ്ഭവം. തൃഷ്ണാച്ചൻ ഫിയേഴ്സ് അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് ഓബ്ജക്ട്സ് ആൻഡ് പേഴ്സൺസ് which give you this raga. തൃഷ്ണ വെച്ചാൽ ഭയങ്കര ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം എന്താ പറയാ, ഇന്റൻസ് അറ്റാച്ച്മെന്റ്, ഇന്റൻസ് ഡിസയർ അല്ലെങ്കിൽ ഗ്രീഡ് വേണമെങ്കിൽ പറയാം. ഇന്റൻസ് ഡിസയർ ഫോർ എന്താണ്? ഓബ്ജക്ട്സ് ഫസ്റ്റ്. ഇത് ഓബ്ജക്ട്സ്. എനിക്ക് പാലട പ്രധാനം വേണം, എനിക്ക് BMW ബെൻസ് കാർ വേണം, എനിക്ക് ഹോം തിയേറ്റർ വേണം, എനിക്ക് പിക്നിക്കിന് പോകണം, എനിക്ക് അമേരിക്കയിൽ വെക്കേഷൻ പോകണം. ഇങ്ങനെ എൻജോയ് ദ ഒബ്ജക്ട്സ്. സൗണ്ട്, എനിക്ക് നല്ല മ്യൂസിക് കേൾക്കണം, എനിക്ക് മനസ്സിന് ഹൃദ്യമായിരിക്കുന്ന രൂപങ്ങൾ കാണണം. അത് അട്രാക്ഷൻ എന്താണ്? സംഘ ഫോർ ഒബ്ജക്ട്സ് ആൻഡ് ഫോർ പീപ്പിൾ ഓൾസോ. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എനിക്ക് വേണ്ട ഉറ്റരും ഉടയവരായ ആൾക്കാര്, അവരായിട്ടുള്ള അസോസിയേഷൻ ആഗ്രഹിക്കുന്നു. പുംസസ്ത്രീയ മിഥുന ഭാവമേതം തയോ മിഥോ ഹൃദയ ഗ്രന്ഥുമാഹോ തഥാ ഗൃഹ സുതാപ്തവിത്തേർ ഗൃഹ ആപ്തസുതാവിത്തേർ. അപ്പോൾ ആ സെക്ഷൽ അട്രാക്ഷൻ എന്ന് വരുന്നത് എന്താണ്? ആദ്യം ഗൃഹം, പിന്നെന്താണ്? സുധ, കുട്ടികള്, പിന്നെ സമ്പത്ത്, പിന്നെ മിത്ര, ഈ പറഞ്ഞ ഫ്രണ്ട്സ്, അതെല്ലാം മുന്നോട്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്? രാഗാത്മകം. ആ രാഗത്തിൽ നിന്ന് വരുന്ന ഇത് ആദ്യം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാവണം, അവർ ബന്ധിക്കുന്നു. അതിനുശേഷം അതിന്ന് നെക്സ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതാണ് ടുവേർഡ്സ് ഒബ്ജക്ട്സ് ആൻഡ് പേഴ്സൺസ്. ഈ ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹമാകാം, സ്വത്താകാം, അല്ലെങ്കിൽ കുറെ ലാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആവാം. അപ്പൊ അത് നേടാൻ എന്തുണ്ട്? അത് വേണം, അതിന് വെറുതെ തന്നെത്താൻ വരുന്നത്. തന്നിബ്നാദി കൗന്ദയ കർമ്മസംഖ്യേന ദേഹിനാം. അത് നമ്മൾ വരുമ്പോ അത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ്. രജോ ഗുണത്തിന്റെ ഒരു സ്വഭാവം എപ്പോഴും ആക്റ്റീവാണ്, ഏത് സമയത്ത് ആക്റ്റീവ്. ഇതിനകത്ത് സമ്പാദിക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം.
ചില ആൾക്ക് 70 വയസ്സായി എന്നിട്ട് പോലും എന്താണ് അയാളിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കേണ്ട ആള്, അല്ല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല കേട്ടോ, കാര്യം ഇതിനെപ്പറ്റി ഭയങ്കര ആൾക്കാർ ഇത്ര 50 വയസ്സായ അയാൾ ഇങ്ങനെ ചെയ്യും, 70 വയസ്സായിട്ട് അല്ലെങ്കിൽ 80 വയസ്സായിട്ടും അയാൾ ഇപ്പോഴും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കേൾക്കാൻ നമ്മൾ സൊസൈറ്റിയിൽ വലിയ സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അയാളുടെ മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമാണ്. വയസ്സ് 80 ശരി, മനസ്സെന്നാൽ 30 വയസ്സ് തന്നെയാണ്. എന്ത് അത് മനസ്സെന്താണത്? രാഗാത്മകം. അപ്പൊ അതെന്താണ്? എപ്പോഴും നിരന്തരമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുക. അവസാനം വൃഥായെത്തും. വൃഥ എന്ന് പറയും, വെറും വ്യർത്ഥമാവും. അവസാനം ദുഃഖത്തിൽ കലാശിക്കും. സുഖത്തിൽ തുടങ്ങി അത് ദുഃഖത്തിൽ കലാശിക്കും. അപ്പൊ ആൾക്ക് എന്താണ്, ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടി വരും. സൊസൈറ്റിയിലെ പൊസിഷൻ ഉണ്ട്, പിന്നെ വീട്ടിൽ നമ്മൾ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി ഭാര്യയും മക്കളെ സുഖം താമസിക്കേണ്ടിരിക്കുന്നു. അപ്പൊ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് അപ്പൊ അതിനുവേണ്ടി വീണ്ടും പ്രയത്നം നടത്തേണ്ടി വരും. അതാണ് ഒരാൾ 70 വയസ്സായാലും 80 വയസ്സായാലും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മൾ ഈ പുരുഷാർത്ഥത്തിൽ പറയുന്ന ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ഇക്കണോമിക് ഡെവലപ്മെന്റാണ് ഏറ്റവും പ്രധാനം. ശീല ബോധമാണ്. പണ്ടൊക്കെയാണെങ്കിൽ കുറച്ച് സാത്വഗുണം എന്നാണ് കുറച്ചെല്ലാം പ്രോമിനൻസ്. ഒരു ബ്രാഹ്മണരെ ആദരിക്കുക, ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ്, അതിനാണ് പണ്ട് ആണെങ്കിൽ. ഇപ്പൊ എന്താണ്? ദ സോ കോൾഡ് പ്രോഗ്രസ്, ഭൗതികമായിട്ടുള്ള ഉന്നമനം. ഇപ്പൊ രാഷ്ട്രത്തിനെ പറ്റി പറയും GDP ആണ് മാനദണ്ഡം. എല്ലാ രാജ്യങ്ങളിലും GDP വർദ്ധിപ്പിക്കണം. പെർ ക്യാപിറ്റ ഇൻകം GDP അത് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രസ്. രാജാത്മാവിനെ ഒരാളെ ഒരിക്കലും വെറുതെ നിലത്ത് എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ ബി ഓൾവേസ് ആക്റ്റീവ്. അതാണ് കർമ്മസംഖ്യേന ദേഹിനാം തദ് നിപുണാത കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനാം. എപ്പോഴും കർമ്മത്തിൽ പ്രതിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കുറേയും കൂടിയും ഉന്നതമായിട്ടുള്ള സത്വഗുണത്തിൽ പോലും മുക്തിയില്ലെങ്കിൽ രജോ ഗുണത്തിന്റെ കാര്യം പറ്റില്ല. ഇപ്പൊ രജോ ഗുണത്തിന് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ട്, പക്ഷേ ഹീസ് അട്രാക്റ്റഡ് ബൈ ദീസ് ഒബ്ജക്ട്സ്. ഇപ്പൊ നേരത്തെ ബ്രാഹ്മണനെ പറ്റി നമ്മൾ അല്ലെങ്കിൽ സത്വഗുണത്തിനെ പറ്റി ആളെന്താണ്, ഹി ഹാസ് ഗോട്ട് റൈറ്റ് നോളജ് അബൌട്ട് ദ മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അതുകൊണ്ട് ഹി കീപ്സ് അവേ ഫ്രം മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അതുകൊണ്ട് അയാൾ മറ്റ് ഭൗതികമായിട്ടുള്ള നിന്നാൾ മാറിക്കുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടുള്ള സുഖവും കാണുന്നുണ്ടോ. രജോ ഗുണത്തിലെ ആൾക്കാർക്ക് എന്താണ്? രജോ ഗുണത്തിലെ ആൾക്കാർക്ക് ഇത് അറിയാം, കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയാം, പക്ഷേ ഇതിന് അട്രാക്ഷൻ രാഗാത്മകമായതുകൊണ്ട് അതിന് പിന്നാലെ പരക്കം പാഴ്ച നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഹി ഹാസ് സം ഐഡിയസ്, കുറച്ച് നോളജ് ഉണ്ട് ആൾക്ക്. പക്ഷെ ഏറ്റവും കഷ്ടമാണ്, ഏറ്റവും താഴെ കിടക്കുന്ന ആള് ആരാണ്? തമസ്ത്വജ്ഞാനജം വിധി മോഹിനം സർവദീഹിനം പ്രമാദാലസ്യ നിദ്രാഭിസ് തത് നിബധ്നാതി ഭാരത. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിൽ ഫലത്തിൽ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു. അപ്പൊ തൂ എന്ന വാക്ക് ഉപയോഗിക്കും. തൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്, നേരെ വിപരീതം. നേരെ വിപരീതം എന്താണ്? അജ്ഞാനം. അജ്ഞാനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നിർമ്മലമാണ് സത്വഗുണമാണെങ്കിൽ, രാഗാത്മകമാണ് രജോ ഗുണമാണെങ്കിൽ, അജ്ഞാനമാണ് തമോ ഗുണം. അജ്ഞാനം നോളജിന്റെ നേരെ ഓപ്പോസിറ്റ്. എക്സാക്ട്ലി ഓപ്പോസിറ്റ്. അപ്പോൾ നോളജ് എന്താണ്? നോളജ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ആസ് ദേ ആർ.
ഒരു കാര്യം അതിൻ്റെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിനാണ് നോളജ് വേണം. അപ്പൊ ഇന്റലിജൻസ് എന്താണ്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ആസ് എ. അപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതിനെ കുറിച്ചുള്ള അതിന് ശരിയായിട്ടുള്ള ജ്ഞാനം, ശരിയായിട്ടുള്ള നോളജ്, അതിനെയാണ് നമ്മൾ ജ്ഞാനം പറയുന്നത്. ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് വെച്ചാൽ പ്യുവർ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ പ്യുവർ നോളജ് ഉണ്ടാവും. എത്രത്തോളം നമ്മുടെ ഇന്റലിജൻസ് പ്യുവർ ആണോ അത്രത്തോളം നോളജും പ്യുവർ ആയിരിക്കും. സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് ഇന്റലിജൻസ് ഉള്ളതുകൊണ്ട് അവിടെ നോളജും എന്തുകൊണ്ടാണ്? ബിക്കോസ് നിർമ്മലത്വ, അതുകൊണ്ട് അവരുടെ നോളജും പ്യുവർ ആയിരിക്കും. രജോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് രാഗാത്മാവായതുകൊണ്ട് അവരുടെ നോളജ് അത്രത്തോളം പ്യുവർ അല്ല, അതുകൊണ്ട് അവർക്ക് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവില്ല. എന്നാൽ തമോ ഗുണ നേരെ ഓപ്പോസിറ്റ്, ആൾക്ക് നോളജേ ഇല്ല, നോ നോളജ്, നേരെ ഓപ്പോസിറ്റ് ആണ്. മോഹനം സർവദേഹിന, സകല ആൾക്കാരെയും മോഹിപ്പിക്കുന്നുണ്ട്. സകലനും ഇവിടുത്തെ സർവശരീരികളെയും വ്യാമോഹിക്കുന്ന തമോ ഗുണത്തിലിരിക്കുന്ന അജ്ഞാനം എന്നുള്ളത്. അപ്പൊ അജ്ഞാനം എന്നുള്ളത് ചെറുതേ ലെവലില് ഏറ്റവും അങ്ങേയറ്റം തോതിരിക്കുന്ന ആൾക്കാര് തമോ ഗുണത്തിലാണ്. കുറച്ചുള്ള രജോ ഗുണത്തിലും കുറച്ച് അതിനേക്കാൾ കുറവുള്ള ആൾക്കാർക്ക് സത്വ ഗുണത്തിലും. പ്യുവർ നോളജ് ആൻഡ് പ്യുവർ ഇന്റലിജൻസ് ശുദ്ധ സത്വത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ തമോ ഗുണത്തിലാണ് തീരെ നോളജ് ഇല്ല, ടോട്ടലി. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഓപ്പോസിറ്റ് ടു ബോത്ത് രജോഗുണം ആൻഡ് തമോഗുണം. എന്താണത്? പ്രമാദം. പ്രമാദാണ് പറയുന്നത്. പ്രമാദ മീൻസ് എന്താണ്? പ്രമാദ വെച്ച് ഞാൻ രാമാനുജൻ കെയർലെസ്നെസ് പറയും. ഒരു കെയർലെസ്, അശ്രദ്ധ. അശ്രദ്ധയോടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയാണ് നമുക്ക് പ്രമാദം പറയുന്നത്. ശ്രദ്ധയോടുകൂടിയല്ലാണ് അശ്രദ്ധയോട്. നമ്മൾ അതുകൊണ്ട് പറയും ഏത് ചെറിയ കാര്യമാണ് ശരി, ഏത് വലിയ കാര്യം ശരി, നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. നെവർ ടേക്ക് ഇറ്റ് ഫോർ, ഈ പറഞ്ഞ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ പാടില്ല. ഏത് കാര്യം വളരെ ശ്രദ്ധയോടുള്ളൂ. ശില ഭഗവാന്റെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കും. ഒരു കേഴ്സറി ഗ്ലാൻസ് എങ്ങനെ നോക്കിയാൽ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം വെച്ചാൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഏത് കാര്യം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കണം. മൈന്യൂട്ട് എന്താണ് ശരി. അപ്പൊ എത്രത്തോളം നമുക്ക് സത്വഗുണമുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ശ്രദ്ധയും കൂടും. രജോ ഗുണികൾക്ക് തമോ ഗുണികൾക്ക് പ്രമാദം തീരെ കെയർലെസ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. അത് നേരെ സത്വ ഗുണത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ പ്രമാദം എന്നുള്ള സത്വഗുണത്തിലുള്ള ആൾക്കാരെ വളരെ ശ്രദ്ധയുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെപ്പോഴും ശാസ്ത്രം അനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ. തമോ ഗുണികൾ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവരെന്ന് നേരെ കെയർലെസ് ആയിട്ട് കാര്യം. അതുകൊണ്ട് ഈ പ്രമാദം കഴിഞ്ഞാൽ കെയർലെസ്നെസ്, ഗ്രൂസ് കെയർലെസ്നെസ് വൈൽ ഡൂയിങ് ആൻ ആക്ഷൻ. ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യാം. പ്രമാദം. നിദ്ര എന്താണ്? നിദ്ര ടോട്ടൽ ഇനാക്ടിവിറ്റി. അത് നേരെ ഓപ്പോസിറ്റ് ഏത് ക്യാരക്ടറിലേക്ക്? അത് ഏത് ഗുണത്തിന് ഓപ്പോസിറ്റ് ആണ്? രജോ ഗുണത്തിന്റെ. രജോ ഗുണം എപ്പോഴും കർമ്മമാണല്ലോ, ആക്ടിവിറ്റി ആണല്ലോ. തുടക്കം ഇങ്ങനെ പറയുന്നുള്ളൂ. സത്വഗുണത്തെ പറ്റി ഫസ്റ്റ് സെന്റൻസ് ആണ്. ഭൗതിക പ്രകൃതിയാൽ ഭദ്രാജീവ പലവിധമുണ്ട്. ഒരാൾ സന്തുഷ്ടനായിരിക്കും, മറ്റുള്ളവർ കർമ്മനിരതനായിരിക്കും, മറ്റുള്ളവർ നിസ്സഹായനായിരിക്കും. കർമ്മനിരതൻ എന്ന് പറയുന്നത് കർമ്മസംഖ്യനാണ്. രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. അത് നിദ്ര ആലസ്യ എന്താണ്? പ്രമാദ ആലസ്യ. നിദ്രയല്ല, ആലസ്യ. ആലസ്യ എന്താണ്? അലസത എന്ന് പറയും നമ്മള്. അലസത, മടി, ഒരു കാര്യം ചെയ്യില്ല.
റൂമിൽ മുഴുവൻ ചൂട്, തീ അപ്പുറത്ത് കത്തിക്കണ്ടാൻ ശരി, അയാള് മാറി നിൽക്കാൻ, അയാള് ഇവിടുന്ന് നോക്കില്ല എന്നാണ്, അയാളുടെ രക്ഷപ്പെടാൻ നോക്കില്ല. അത്രത്തോളം അലസത. അപ്പൊ അലസത എന്നുള്ള നേരെ രജോ ഗുണത്തിന്റെ വിപരീതമാണ്. പ്രമാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സത്വഗുണത്തിന് വിപരീതമാണ്. പിന്നെന്താണ് നിദ്ര? നിദ്ര വെച്ചാൽ എന്താണ്? രണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ്. സത്വഗുണത്തിലെ ആൾക്കാരെ എപ്പോഴും ഉണർന്നിരിക്കും, പക്ഷെ അവരെന്താണ്? എന്തായിരിക്കും അവര്? കർമ്മനിരതരായിരിക്കും. സത്വഗുണത്തിലുള്ള അവരെ രണ്ടുതരം ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ടല്ലോ. രണ്ടാമത്തെ 67-ാം ശ്ലോകത്തില് പറയുന്നുണ്ടല്ലോ. ബ്രാഹ്മണര്, സത്വഗുണത്തിലെ ആൾക്കാര് ജ്ഞാനമുള്ള അല്ലെങ്കിൽ രജോ ഗുണത്തിലെ ആൾക്കാര് അവരെ പറ്റി പറയും. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗൃതി സംയമി യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാ പശ്യതോ മുനി. അപ്പോ സത്വഗുണത്തിലെ ആൾക്കാര് ഭൗതികമായ കാര്യത്തില് അലസതയുണ്ടാവും, പക്ഷെ ആത്മീയമായ കാര്യത്തിൽ അവർക്ക് ഉണർവുണ്ടാവും. രജോ ഗുണികൾക്ക് ആത്മീയ കാര്യത്തിൽ അത്രത്തോളം ഉണർവുണ്ടാവില്ല. അവർ അപ്പൊ അവരെ സംബന്ധിച്ച് രാത്രിയാണത്. അതേസമയം ഭൗതികത്തില് അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോ രജോ ഗുണികളായും ശരി സത്വഗുണികളായും ശരി അവിടെ ആക്ടിവിറ്റി ഉണ്ട്. ഏത് ആക്ടിവിറ്റിയാണ്? സത്വഗുണത്തിലെ ആൾക്കാർക്ക് സത്വമായ കാര്യങ്ങൾ, സത്വഗുണമായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ ആ ഫീൽഡിൽ അവരൊരു ആക്റ്റീവാണ്. രജോ ഗുണത്തിലെ ആൾക്കാർ എന്താണ്? സാധനം പിടിക്കാനുള്ള ആഗ്രഹങ്ങൾ, സമ്പാദിക്കാനുള്ള ആഗ്രഹം, അവർ ആക്റ്റീവാണ്. പക്ഷെ തമോഗുണത്തിലെ ആൾക്കാർ എന്താണ്? എപ്പോഴും ഉറക്കാണ്. സോ നിദ്ര മീൻസ് ഓപ്പോസിറ്റ് ബോത്ത് ടു സത്വഗുണ ആൻഡ് രജോ ഗുണ. ക്ലിയർ ആയത്? അപ്പൊ 3 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. എന്താണ്? പ്രമാദ, ആലസ്യ, നിദ്ര. പ്രമാദ എന്നുള്ളത് സത്വഗുണത്തിന്റെ വിപരീതമാണ്. ആലസ്യ എന്നുള്ളത് രജോ ഗുണത്തിന്റെ വിപരീതമാണ്. നിദ്ര എന്നുള്ളത് രണ്ടിന്റെ വിപരീതമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം വിപരീതമാണ്. അജ്ഞാനം എല്ലാം വിപരീതമാണ്. അവർക്ക് രണ്ടുപേരും അതാണ് ടു എന്ന് വാക്കാൻ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇനി ശ്ലോകങ്ങളുടെ എങ്ങനെയാണ് സത്വം ഏതിനെല്ലാം സുഖം ഉണ്ടാക്കണം, രജോ ഗുണത്തിലെ സുഖം എന്താണ്, തമോ ഗുണത്തിലെ സുഖം എന്താണ്, ഇതിനെ കുറിച്ചിട്ടെല്ലാം നെക്സ്റ്റ് ശ്ലോകങ്ങൾ വരും. അടുത്ത ദിവസം ഇതാണ്. താങ്ക് യു. Any questions? ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. Hare Krishna. ഹരേ കൃഷ്ണ. Vancha kalpatarubhascha. वैष्णवेभ्यो नमो नमः. खंडवोडी वैष्णव की जय. श्रीला प्रभुपाद की जय हो. Go Premanandi.